നമ്മളിന്ന് കാണുന്ന ഈ പതാക മാറി പറക്കുന്നത് എല്ലാ ഭാരതീയൻ്റെയും 140 കോടിയോളം വരുന്ന ഭാരതീയൻ്റെയും മനസ്സാണ് ഈ പറയുന്നത്. ആഹ്ലാദമാണ്, സന്തോഷമാണ്, സ്വാതന്ത്ര്യമാണ് ഈ പറയുന്നത്. എത്രയോ പേരുടെ ജീവത്യാഗം, എത്ര പേരുടെ കഷ്ടപ്പാട്, എത്ര സ്വാതന്ത്ര്യ സമര സേനാനികൾ, എത്ര ഭടന്മാർ ജീവത്യാഗം ചെയ്തതിൻ്റെ ഫലമാണ് നാം 1947 സ്വാതന്ത്ര്യത്തിന് ശേഷം ഓഗസ്റ്റ് 29-ാം തീയതിയാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു റിപ്പബ്ലിക്കിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങി. അങ്ങനെയാണ് ഒരു പ്രത്യേക കമ്മിറ്റി രൂപവൽക്കരിക്കുന്നതും ഡോക്ടർ BR അംബേദ്കറിനെ അതിൻ്റെ ചെയർമാനായിട്ട് അംഗീകരിക്കുന്നത്. ആ കമ്മിറ്റിയാണ് വളരെയധികം പഠനത്തിന് ശേഷം ലോകത്തിലെ തന്നെ കൈകൊണ്ട് എഴുതിപ്പിടിപ്പിച്ച ആദ്യത്തെ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടനാ നിയമം. റിപ്പബ്ലിക് എന്ന് പറയുന്ന പദത്തിന് തന്നെ അർത്ഥമുണ്ട്. ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് റിപ്പബ്ലിക് വരുന്നത്. റെസ് പബ്ലിക്ക എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ജനക്ഷേമ രാഷ്ട്രം. ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ജനങ്ങളാൽ ഭരിക്കുന്ന രാഷ്ട്രം, പരമാധികാര രാഷ്ട്രം, മറ്റുള്ള ആരുടെയും കൈകടത്തലുകളില്ലാതെ ശ്രേഷ്ഠമായ രാഷ്ട്രം കെട്ടിക്കൊടുക്കുന്നതിൻ്റെ ഇതാണ് റിപ്പബ്ലിക് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യ ഈ ഒരു ദേശീയ പതാകയുടെ കീഴിൽ അണിനിരക്കുന്നത് വൈവിധ്യങ്ങളുടെ ഒരു സമാഹാരമാണ്. 33ഓളം സംസ്ഥാനങ്ങൾ, 44-ലധികം ഭാഷകൾ, വിവിധതരം ജാതികൾ, മതങ്ങൾ, രാഷ്ട്രീയങ്ങൾ എല്ലാം കൂടി ഒറ്റ കൊടിക്കീഴിൽ അണിനിരക്കുകയാണ്. അത്രയും പരമപ്രധാനമായ ഒരു ചടങ്ങാണ് നമ്മളിന്ന് സാക്ഷ്യം വഹിക്കുന്നത്, അതിൽ പങ്കുചെയ്യുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. മഹാനായ പണ്ഡിറ്റ്ജി സ്വാതന്ത്ര്യത്തിന് ശേഷം, പ്രത്യേകിച്ച് റിപ്പബ്ലിക് ആയതിനു ശേഷം, ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം ഇന്ത്യയുടെ പുരോഗതി ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെയാണ് എന്ന് പ്രഖ്യാപിക്കുകയും സയൻറ്റിഫിക് ടെമ്പർ ഇന്ത്യയിൽ വളർത്തേണ്ടതിൻ്റെ പ്രാധാന്യം കൊണ്ടുവരികയും ചെയ്യുന്നത് ആദ്യത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ ആദ്യം 4 IIT-കൾ സ്ഥാപിക്കുന്നത് 1950-ലാണ്. ഇത് 4ഉം വളരെ സ്ട്രാറ്റജിക്കായിട്ടാണ് അന്ന് സ്ഥാപിച്ചത്. തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, അങ്ങനെ 4 IIT-കൾ സ്ഥാപിക്കുകയും 40ഓളം ഗവേഷണശാലകൾ തുറക്കുകയും അതിൻ്റെ എല്ലാം ഫലമായി ഇന്ന് നമ്മൾ എവിടെ വന്ന് എത്തി നിൽക്കുന്നു എന്ന് നമ്മളൊന്ന് ആലോചിക്കും. 23ഓളം IIT-കൾ, 32ഓളം NIT-കൾ, 1500ഓളം സർവകലാശാലകൾ, 15000-ഓളം കോളേജുകൾ, ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം ഹൈസ്കൂളുകൾ, ഇങ്ങനെ ബഹുവിധത്തിലുള്ള, അതുപോലെ തന്നെ 800-ലധികം ഗവേഷണ സ്ഥാപനങ്ങൾ. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് നമ്മുടെ രാജ്യം പുരോഗമനം ചെയ്തു. ആ ഫലങ്ങളെയും ആ പ്രവർത്തനങ്ങളെയും നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഇന്ന് ലോകത്തിലെ തന്നെ 5ാമത്തെ എക്കണോമിക് പവറായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷം പകരുന്ന കാര്യമാണ്. ഇനിയും നാം മുന്നോട്ട് പോവുകയാണ്. നമ്മൾ പുരോഗതിയുടെ പാതയിലാണ്. 2 രീതിക്കാണ് നമുക്ക് പുരോഗതി ഉണ്ടാകുന്നത്. ഒന്ന്, സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള പുരോഗതി. 2, സാമ്പത്തികമായ പുരോഗതി. ആദ്യം പറഞ്ഞ പുരോഗതിക്ക് നമുക്ക് ഏറ്റവും അത്യാവശ്യം ശാസ്ത്രം പ്രചരിക്കുക എന്നുള്ളതാണ്. ഇന്നും നമുക്കറിയാം, ശാസ്ത്രത്തിൻ്റെ പേരുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ ഇവയെല്ലാം നമ്മുടെ നാട്ടിൽ ഇന്നും നടക്കുന്നു. ശാസ്ത്രം ജനങ്ങളിൽ ഇനിയും എത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. ഈ ഒരു കമ്പോണൻ്റാണ് നമ്മുടെ സമൂഹത്തെ സാംസ്കാരികമായിട്ട് പുരോഗതിയിലേക്ക് നയിക്കുന്നത്. അതുപോലെ തന്നെ ശാസ്ത്ര ഗവേഷണങ്ങൾ, ഇതിൻ്റെ ഫലമായിട്ടാണ് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ്, സാങ്കേതിക വിദ്യയിലൂടെയാണ് സാമ്പത്തിക പുരോഗതി നാം കൈവരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ രാജ്യം ഇപ്പോൾ 2047-ലേക്ക് വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെവലപ്ഡ് നേഷൻ, വികസിത രാജ്യമായിട്ട് മാറാനായിട്ട് നമുക്ക് ഏതാണ്ട് 25ഓളം വർഷം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ പുരോഗതിയിലേക്കുള്ള പാതയിൽ നമുക്ക് സഞ്ചരിക്കാം. നമ്മുടെ രാജ്യം ലോകത്തിലെ തന്നെ 1ാമത്തെ രാജ്യമായിട്ട് മാറട്ടെ. അതിന് ശാസ്ത്ര സാങ്കേതിക എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി പ്രതിജ്ഞയെടുക്കാം.
രാഷ്ട്ര പുരോഗതിയിൽ നമുക്ക് സ്വയം അർപ്പിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ദിനാശംസകൾ നേരിടുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.